മുളപ്പിച്ച ചെറുപയർ കൊണ്ട് ഒരു ആരോഗ്യകരമായ റെസിപ്പിയാണ് ഇന്ന് റെഡിയാക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലാസ് മുളപ്പിച്ച പയറെടുത്തിട്ടുണ്ട്. പിന്നെ 2 ബൗള് ഗോതമ്പ് പൊടി. അത് ഇത്തിരി കൂടി വേണമെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞു ഇരിക്കാം. അത് റെഡിയാക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതിനുവേണ്ടി തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് മുളപ്പിച്ച പയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ 1 ബൗള് ഗോതമ്പ് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി മുളപ്പിച്ച പയർ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് 1 മുളകും 1 കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒരു തുള്ളി മാത്രം, കുറച്ചൊരു 2-3 സ്പൂൺ മാത്രം വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. അധികം വെള്ളം ഒഴിക്കരുത്, കാരണം ഇത് കുതിർന്ന് മുളച്ച് വന്നതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത്രയും കൺസിസ്റ്റൻസിയാണ് ആയിട്ടുള്ളത്. ഇതുപോലെ നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല പേസ്റ്റായിട്ട് തന്നെ. ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ റെഡിയാക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇതുപോലെ തന്നെ നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ഗോതമ്പ് പൊടി ഇട്ടിട്ട് നമുക്കൊരു നല്ല ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന അതുപോലത്തെ സോഫ്റ്റ് ആകുന്നവിടം വരെ ഗോതമ്പ് പൊടി ഇട്ട് വെള്ളമെല്ലാം കുറച്ച് നമ്മൾ കുഴച്ചെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ മാവ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമല്ല ഒഴിക്കുന്നത്, പച്ചവെള്ളം തന്നെയാണ്. ഈ പയർ നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കിന് കുറച്ച് വെള്ളം ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ കട്ടിയായിട്ട് തന്നെ കിട്ടും. നമുക്കിങ്ങനെ ഇനി ഇത് വീണ്ടും സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് തിക്കാകുന്ന സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനും കൂടി ഞാൻ ടവലിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലിഡ് വെച്ച് അടച്ച് വെച്ചാലും മതി. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നല്ല, അല്ലെങ്കിൽ ഇത്തിരിയുടെ വലുത് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് 2 കൈ കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വീണ്ടും ഒന്നും കൂടി ഉരുട്ടി ഇതുപോലെ ആക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ബോൾസ് കിട്ടും. ഇതിന് നമുക്ക് ഒരു ചപ്പാത്തി കല്ലിൽ ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി, അല്ലെങ്കിൽ ഞാനിവിടെ എടുത്തേക്കുന്ന പൂരി പ്രസ് വെച്ച് തന്നെയാണ് അത് വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രസ് ചെയ്യുമ്പോഴത്തേക്കിനും നല്ല സോഫ്റ്റായിട്ടും തിന്നായിട്ടും, അതുമാത്രമല്ല തിന്നായിട്ടുള്ളൊരു പൂരിക്ക് അത്രയും വലിപ്പമുള്ളൊരു ചപ്പാത്തി മാവ് പരത്തുന്ന പോലത്തെ റൗണ്ടിൽ തന്നെ ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഇതിങ്ങനെ ഞാൻ എല്ലാം കൂടി ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. മറ്റേ ചപ്പാത്തി ഉരുട്ടുന്ന അത് വെച്ച് പരത്തിയെടുക്കാൻ പറ്റുന്നവർ അതുപോലെ തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇത് വെച്ച് കട്ടി കുറഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം പാനടുപ്പിൽ വെച്ച് നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാം. ഇതിപ്പോൾ അധികം വലിപ്പമില്ലാത്തതുകൊണ്ട് ഞാനൊരു 3 എണ്ണം ഒരു പാനിൽ തന്നെ ഇടുന്നുണ്ട്. ആ 3ഉം ഇട്ടതിന് ശേഷം അപ്പം തന്നെ അതൊന്ന് തിരിച്ചിടുകയാണെങ്കിൽ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെയാണ് ഇത് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഇട്ട ഉടനെ ആ സ്റ്റേജിൽ തന്നെ നമുക്കിതിൽ തിരിച്ചിട്ടാൽ മതി. അത് കഴിയുമ്പം വീണ്ടും അതിലേക്ക് ഇത്തിരി നെയ്യോ ബട്ടറോ ഒക്കെ വേണമെങ്കിൽ ചേർത്തിട്ട് നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കാം. അതല്ല എങ്കിൽ ഇങ്ങനെ തന്നെ, ബട്ടറൊന്നും ഇഷ്ടമല്ല, നെയ്യ് ഇഷ്ടമല്ല എങ്കിൽ അതൊന്നും തേക്കാതെ ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. തിരിച്ചും മറിച്ച് വിട്ടും മതി. നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരും. അതുപോലത്തെ ഒരു ചെറിയൊരു ചപ്പാത്തിയാണ്. പെട്ടെന്ന് ഒരു 3-4 എണ്ണം നമുക്ക് ഇങ്ങനെ പാനിലിട്ട് റെഡിയാക്കിയെടുക്കാം. മറ്റേത് വലുതാണെങ്കിൽ ഒരെണ്ണമല്ലേ ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്ക് ഇഷ്ടമാവും ഇങ്ങനെ ചെറിയ വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കാം. വലിയവർക്കാണെങ്കിലും ഇത് നമുക്ക് വേഗം ഒരു 3-4 എണ്ണം ഇങ്ങനെ തന്നെ ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനോടൊപ്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബുദ്ധിയൊക്കെ ഇൻക്രീസ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. ഇതിനോടൊപ്പം ഇത് മുളപ്പിച്ചതും കൂടി ആയതുകൊണ്ട് ഹൈ പ്രോട്ടീനും പിന്നെ ധാരാളം ഫൈബറും ഒക്കെ ഉണ്ട്. സാധാരണ നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചല്ലേ. ഇതിന് ഗോതമ്പ് പൊടിയുടെ കൂടെ മുളപ്പിച്ച പയറും കൂടെ ഉണ്ട്. നമ്മൾ പയർ വെള്ളത്തിലിട്ട് കുതിർത്ത് അതൊന്ന് കുറച്ച് വെള്ളം ഒന്ന് മാറ്റി, അല്ലെങ്കിൽ ഒരു ചെറിയ വെള്ള തുണിയിലൊക്കെ പൊതിഞ്ഞ് കെട്ടി വെച്ച് പയർ മുളപ്പിച്ചെടുത്ത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക്
ഉണ്ടാക്കിയെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇത്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഉച്ചയ്ക്ക് ലഞ്ചോ അല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. ഇതിനൊപ്പം നമുക്ക് എന്ത് കറി വേണേലും കൂട്ടാം. മീനോ ചിക്കനോ മട്ടനോ പനീറോ അല്ലെങ്കിൽ ഏതെങ്കിലും ചട്നി ആണെങ്കിലും പോലും, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ തണുത്ത് കഴിഞ്ഞ് തേനിൽ റോൾ ചെയ്ത് കൊടുക്കുന്നതും ഒത്തിരി നല്ലതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ട്. കാരണം ഇതിന് ഹൈ പ്രോട്ടീനും ധാരാളം ഫൈബറും ഒക്കെ അടങ്ങിയതാണ്. അപ്പോൾ ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദിഷ്ടമാണ്. ഞാൻ എല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. ഇതിനോടൊപ്പം ഞാൻ കഴിക്കാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ അവക്കാഡോയാണ്. അവക്കാഡോ ശകലം തേനും കൂടെ ചേർത്ത് കട്ട് ചെയ്തതിന് ശേഷം തേനും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ചപ്പാത്തിയുടെ മേലിൽ ഇങ്ങനെ ഒന്ന് പരത്തി കഴിഞ്ഞ് അത് റോൾ ചെയ്ത് കഴിക്കാനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കറിയൊക്കെ കൂട്ടിയും കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ഒത്തിരി ഗുണങ്ങളുമുണ്ട്. രാവിലെ തന്നെ റിച്ച് പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയ ഫ്രൂട്ട്സും ഒക്കെ അടങ്ങിയ ഒരു ഫുഡ് കിട്ടുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.